കഴിഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തുമകലയുമായി ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും വേഗം വരുന്നതായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹബന്ധനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് ഇന്ത്യ മഹാരാജ്യം 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതിന്റെ മുന്നിൽ പ്രവർത്തിച്ച അനേക വീരന്മാരുണ്ടായിരുന്നു. അവരൊക്കെയും വീരമൃത്യു വരിക്കുകയുണ്ടായി. എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തെ വൈദേശിക ശക്തികളിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി ഇന്ത്യക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു. അതാണ് മഹാത്മാ ഗാന്ധിജി. അദ്ദേഹം ബൈബിൾ വായിച്ചതുകൊണ്ടാണ് അഹിംസയുടെ പ്രമാണത്തിലൂടെ സമരസന്നാഹങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ത്യയെ ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, എന്നാൽ ലോക മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി, അവരുടെ സ്വാതന്ത്ര്യത്തിനായി, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി ആരെങ്കിലും സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിട്ടുണ്ടോ പ്രിയമുള്ളവരെ? എന്നാൽ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, ലോക മാനവരാശിയുടെ സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, രോഗത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ശാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിന്റെ മണ്ണിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു വീണ നസ്രയനായ യേശു ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവാണ് ലോക മാനവരാശിക്ക് മുഴുവനും പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, അസമാധാനത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യം ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവരെ? അങ്ങനെ നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം പ്രിയമുള്ളവരെ. ആരാണ് ഭാഗ്യവാൻ? വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവം സ്വർഗത്തിൽ നിന്നും കുനിഞ്ഞു നോക്കുന്നു. ആരാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ? അതെ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനാണ് ഈ ലോകത്തിലെ ഭാഗ്യവാൻ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവൻ മരണത്തിനപ്പുറത്തുള്ള ജീവിതം കരസ്ഥമാക്കുവാൻ കഴിയും. ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് ഒരിക്കലും മനുഷ്യ ജീവിതം അവസാനിക്കുന്നില്ല പ്രിയമുള്ളവരെ. മരണത്തിനപ്പുറത്ത് മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്നതേ ഉള്ളൂ. അതൊന്ന് നിത്യ നരകത്തിൽ, മറ്റൊന്ന് നിത്യ സ്വർഗത്തിൽ. നാം എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? നമ്മുടെ ജീവിതയാത്ര എങ്ങോട്ട്? ജീവിതമെന്ന 3 അക്ഷരത്തിലൂടെ നാം ഈ ലോകത്തിലേക്ക് വരുന്നു. മരണമെന്ന 3 അക്ഷരത്തിലൂടെ നാം ഇവിടുന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ മരണാനന്തര ജീവിതം എവിടെയായിരിക്കണമെന്ന് നിങ്ങൾക്കൊരു ഉറച്ച വിശ്വാസവും പ്രത്യാശയും ഉണ്ടായിരിക്കണം പ്രിയമുള്ളവരെ. ഇവിടെ മരിച്ചതിന് ശേഷം കർമ്മക്രിയകൾ ചെയ്തതുകൊണ്ടോ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തതുകൊണ്ടോ ആരും ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയുകയില്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നു, യേശു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. എന്നാൽ ഇന്ന് ലോക മനുഷ്യരോടുകയാണ് അനേക മറ്റു മാർഗങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് കരുതി. എന്താണ് കാരണം എല്ലാ മതങ്ങളും പറയുന്നുണ്ട് ഒരു സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും. എന്നാൽ സ്വർഗത്തിലേക്ക് പോകേണ്ട വഴി എങ്ങനെയെന്ന് പലർക്കും അറിയത്തില്ല. ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ച് അവനവന്റെ നിരൂപണങ്ങളിലും മത അഭിപ്രായങ്ങളിലും ജീവിച്ച് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാമെന്ന് ആരും വിചാരിക്കരുത് പ്രിയമുള്ളവരെ. സ്വർഗം വിശുദ്ധമാണ്, ദൈവവും വിശുദ്ധനാണ്. ആയതുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തി ജീവികൾക്കും വേണ്ടിയാണ് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് ആയതുകൊണ്ട് ചിന്തിച്ചു കൊള്ളണമേ, ഈ വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ
ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ മാർഗമാണ് ഞങ്ങൾ ഈ കോരത്തോട് ദേശത്തോട് വിളിച്ചു പറയുന്നത്. പാപം കൂടാതെ ജനിച്ച ഒരുവനുണ്ട് പ്രിയമുള്ളവരെ, അത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു പാപം കൂടാതെ ജനിച്ചവനാണ്. പാപം കൂടാതെ ജനിച്ച് ഒരുവനിലൂടെ മാത്രമേ മനുഷ്യന്റെ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുവാൻ കഴിയുള്ളൂ. അത് യേശു ക്രിസ്തുവിനെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തർജ്ജനം ഞങ്ങൾ വിളിച്ചു പറയുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പാപങ്ങൾ ഒരു പുരോഹിതനോട് ചെന്ന്, ഒരു മന്ത്രിയോട് ചെന്ന്, തന്ത്രിയോട് ചെന്ന്, അല്ലെ ലോകത്തിലെ മറ്റ് ഇതരമായ കാര്യങ്ങളിലൂടെ ചെന്ന് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ഒരിക്കലും ക്ഷമിച്ചു തരികയില്ല. നിങ്ങളുടെ ക്രിമിനൽ കുറ്റങ്ങൾ, പാപ സ്വഭാവങ്ങൾ ഒരു കോടതിയിൽ ചെന്ന്, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷ വാങ്ങിയേ നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ യേശു അങ്ങനെയല്ല. നിങ്ങളൊരു കുലപാതകയായിക്കോട്ടെ, വ്യഭിചാരിയായിക്കോട്ടെ, മോഷ്ടാവായിക്കോട്ടെ, നിങ്ങൾ എത്ര കണ്ണും ചുവപ്പുള്ള പാപങ്ങളാണെങ്കിലും യേശുവേ എന്റെ പാപങ്ങളെ ക്ഷമിച്ചു തരണമേ എന്ന് യേശുവിനോടൊന്ന് ഏറ്റുപറഞ്ഞാൽ മതി. ഏറ്റുപറച്ചിലൂടെ നിങ്ങൾക്ക് പാപത്തിൽ നിന്നും നിങ്ങളുടെ ദുഷ്ട സ്വഭാവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം തേടുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിത്വം, ഒരേ ഒരു നാമം, അത് യേശുവാണ്. പ്രിയമുള്ളവരെ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു നാമം, യേശു എന്ന നാമം മാത്രം ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് ലോകശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും ബൈബിളും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ കാലത്ത് തന്റെ ശിഷ്യന്മാർ ഒരിക്കൽ യേശുവിനോട് ചോദിക്കുകയുണ്ടായി, ഗുരു, അങ്ങയുടെ പലവരും ലോകാവസാനത്തിനും എന്താകുന്നു അടയാളം? യേശു പറഞ്ഞു, രാജ്യം രാജ്യത്തോട് നിൽക്കും, ജാതി ജാതിയോട് നിൽക്കും, വലിയ ഭൂകമ്പങ്ങൾ അവിടെ ഇവിടെയായി ഉണ്ടാകും, വലിയ പകർച്ചവ്യാധികൾ ഉണ്ടാകും, കടലിന്റെയും ഓളങ്ങളുടെയും മുഴക്ക നിമിത്തം സകല ഭൂസീമവാസികളും ഈ ഭൂലോകത്തിന് എന്ത് ഭവിക്കുന്നത് നിർജീവന്മാരായി തീരും. പ്രിയമുള്ളവരെ, ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ലോകത്തിൽ എത്രയോ യുദ്ധങ്ങളാണ്, നിലയ്ക്കാത്ത യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ രാജ്യങ്ങൾ തമ്മിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. മാറാ രോഗങ്ങൾ മനുഷ്യനുണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, സുനാമികൾ ഉണ്ടാകുന്നു. ഇങ്ങനെ യേശു ക്രിസ്തു പറഞ്ഞ 28 പ്രവചനങ്ങളും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, വീണ്ടും യേശു പറയുകയുണ്ടായി, ലോകാരംഭം മുതൽ ഇന്ന് വരെയും ഉണ്ടാകാത്ത കഷ്ടം അക്കാലത്തുണ്ടാകും. അക്കാലത്തിന്റെ തുടക്കമായിരുന്നു പ്രിയമുള്ളവരെ. 2019 അവസാനം മുതൽ ഒരു മനുഷ്യന്റെ ദൃഷ്ടിയിൽ കാണുവാൻ കഴിയാത്ത കുഞ്ഞു വൈറസിനെ കൊണ്ട് ലോകം മുഴുവൻ സ്തംഭിപ്പിച്ചു. രാജ്യങ്ങളെ തമ്മിൽ അകറ്റി, മനുഷ്യ ജീവിതങ്ങളെ തമ്മിൽ അകറ്റി, മനുഷ്യന്റെ ഉപജീവന മാർഗങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു. ഒരു കുടുംബത്തിലുള്ളവർക്ക് പോലും ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാൻ കഴിയാത്ത ദിവസങ്ങളായിരുന്നു. ലോക മനുഷ്യരുടെ വായും മൂക്കും ഒരുപോലെ മൂടിക്കെട്ടിയ കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും ഒരു നോക്ക് കാണുവാൻ കഴിയാതെ പ്ലാസ്റ്റിക് കിറ്റുകളിലാക്കി കുഴിമാടങ്ങളിലേക്ക് തള്ളിയത് നാം കണ്ടതല്ലേ പ്രിയമുള്ളവരെ? യേശു പറഞ്ഞു, ലോകാരംഭം മുതൽ ഇന്ന് വരെയും ഉണ്ടാകാത്ത കഷ്ടം അക്കാലത്തുണ്ടാകുമെന്ന്. അതൊരു തുടക്കം മാത്രമായിരുന്നു പ്രിയമുള്ളവരെ. ഇനിയും വലിയ രോഗങ്ങൾ വരുവാൻ പോകുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. ഇതൊന്നും വിശദീകരിച്ച് പറയുവാൻ സമയം പോരാ പ്രിയമുള്ളവരെ. ഞങ്ങളൊന്ന് വിളിച്ചു പറയട്ടെ, ആദ്യമായി യേശു എന്നത് പാപികളെ രക്ഷിക്കുവാനായിരുന്നുവെങ്കിൽ ഇനി യേശു വരുവാൻ പോകുന്നത് പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ യേശു വരാറായി. പ്രിയമുള്ളവരെ, ഓർത്തുകൊള്ളണമേ, ലോക സംഭവങ്ങളെല്ലാം തന്നെ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് നാം ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു വരാറായി. യേശു വന്ന് തന്റെ ജനത്തെ ചേർത്തതിന് ശേഷം
യേശു വന്ന് തന്റെ ജനത്തെ ചേർത്തതിനു ശേഷം ഈ ലോകത്തിൽ 7 സംവത്സരം ഒരു കിരാതമായ ഭരണമുണ്ടാകും. ഒരു ഏകാധിപതിയുടെ ഭരണം. യൂറോപ്യൻ ഗവൺമെന്റ് 10 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ ഭരിക്കുവാൻ ഒരു എതിർ ക്രിസ്തുവെന്ന് ഏകാധിപതി എഴുന്നേറ്റ് വരും. പ്രിയമുള്ളവരെ, സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭരണകൂടം ലോകത്തിൽ അധികാരമേൽക്കുന്നത്. ഇത് വരാൻ വേണ്ടി ഇന്ന് ലോക രാജ്യങ്ങൾ അനേക സന്ധി സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ മുഴുവൻ ഭരിക്കുവാൻ ഒരുവൻ എഴുന്നേറ്റ് വരണം. കാരണം ഇപ്പോൾ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പല ഭരണകൂടങ്ങളാണ്. ആർക്കും സ്വസ്ഥമായി ഭരിക്കുവാൻ സാധിക്കാതെ പോകുന്ന ഒരു കാലയളവായുണ്ട്. ലോകം ഒരു ഏകാധിപതിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഒരു ഏക ലോക ഗവൺമെന്റിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതിന്റെ മുന്നോടിയായിട്ടാകുന്നു നമ്മളുടെ കൈകളിൽ എത്തിയിരിക്കുന്ന ആധാർ കാർഡ്. ഈ ആധാർ കാർഡിലെ 12 നമ്പർ ഒരു മൈക്രോ ചിപ്പായി നിങ്ങളുടെ ശരീരങ്ങളിൽ ഇംപ്ലാന്റ് ചെയ്യുവാൻ സമയമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യരെ എല്ലാം ഒരു ഡിജിറ്റൽ നമ്പറിൽ തിരിച്ചറിയുവാൻ പോവുകയാണ്. ലോകം വിരൽത്തുമ്പിലെന്ന് ലോകം പറയുമ്പോൾ പ്രിയമുള്ളവരെ, മനുഷ്യരെ എല്ലാം ഒരു നമ്പറിൽ തിരിച്ചറിയുവാൻ പോകുന്ന കാലഘട്ടത്തെ കുറിച്ച് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: ഈ മുദ്ര കൈമേലോ നെറ്റിമേലോ വാങ്ങിക്കാത്തവർക്ക് ഇവിടെ വാങ്ങുവാനോ വിൽക്കുവാനോ സാധ്യമല്ല എന്ന്. പ്രിയമുള്ളവരെ, കാണവനായാലും കുബേരനായാലും എത്ര കോടീശ്വരനായാലും ഈ മുദ്ര കൈയേറ്റാൽ മാത്രമേ നിങ്ങൾക്ക് അക്കാലത്തെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുള്ളൂ. 7 വർഷക്കാലം നിങ്ങൾ ജീവിച്ചിരിക്കണമെങ്കിൽ ആ മുദ്ര ഏൽക്കണം. പ്രിയമുള്ളവരെ, ആ മുദ്ര ഏൽക്കാത്തവരെല്ലാം അന്നത്തെ ഗവൺമെന്റ് ദാരുണമായി കൊന്നുകളയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. പ്രിയമുള്ളവരെ, സമാധാനം സമാധാനം എന്ന് പറയുന്ന ഗവൺമെന്റ് വരുന്നത് സമാധാനത്തിന് വേണ്ടിയല്ല. നിങ്ങളുടെയൊക്കെയും കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ, നിങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം ആ എതിർ ക്രിസ്തു എന്ന ഏകാധിപതിയുടെ കയ്യിലായിരിക്കും എത്തിച്ചേരുന്നത്. നിങ്ങളുടെ ബാങ്കിൽ ചെന്ന് നിങ്ങളൊരു 10,000 രൂപ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 100 രൂപയായിരിക്കും. കാരണം സമ്പാദ്യം മുഴുവൻ അവന്റെ കയ്യിൽ എത്തിച്ചേർന്നു. എതിർ ക്രിസ്തു എന്ന ഏകാധിപതിയായ കിരാതമായ ഭരണം നടത്തുന്ന ഭരണാധികാരിയുടെ കയ്യിൽ വരുവാൻ പോകുന്ന കാര്യമാണ് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം കൈന്നിട്ട് പറയുന്നതല്ല പ്രിയമുള്ളവരെ. ആയതുകൊണ്ട് 7 വർഷത്തെ പീഡാകാലത്തിൽ നിങ്ങൾ എത്തിച്ചേരാതിരിക്കുവാൻ ഈ സുവിശേഷം ഞങ്ങൾ അറിയിക്കുന്നത് നിങ്ങൾക്ക് യേശു ക്രിസ്തു 1000 സംവത്സരം ഈ ഭൂമിയിൽ ഭരിക്കുവാൻ പോകുകയാണ്. യെരൂശലേം കേന്ദ്രമാക്കി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 1000 സംവത്സരം ഭരിക്കുമ്പോൾ നിങ്ങളും ആ ഭരണത്തിൽ പങ്കുചേരുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. എങ്ങനെ? യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചു. പ്രിയമുള്ളവരെ, ഇങ്ങനെ ദൈവമക്കളാകുന്നവർ എന്താണ് ചെയ്യേണ്ടത്? മാനസാന്തരപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് ക്രിസ്തുവിനോടും തന്റെ സഭയോടും ചേരണം. എന്തിനാണ് സ്നാനമെന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, യേശു ഈ മാർഗത്തെ കുറിച്ച് യോർദാൻ നദിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചു തരേണ്ട കാര്യമില്ലായിരുന്നു. യേശു യെരൂശലേമിൽ നിന്നും യോർദാൻ വരെ നടന്നു വന്ന് തന്റെ സൃഷ്ടിയായ യോഹന്നാൻ സ്നാപകന്റെ കൈ കീഴിൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ യേശു ക്രിസ്തുവിന് വേണ്ടി സ്വർഗം തുറക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് നാമും നമുക്കും വേണ്ടി സ്വർഗം തുറക്കപ്പെട്ട് കിട്ടണമെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷിക്തന്മാരുടെ കൈകീഴിൽ സ്നാനമേറ്റ് നിങ്ങൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങണം. പ്രിയമുള്ളവരെ, അല്ലാതെ ആരും സ്വർഗരാജ്യം അവകാശമാക്കാമെന്ന് ആരും കരുതരുത്. പ്രിയമുള്ളവരെ, യേശു വന്ന് തന്റെ രാജ്യം സ്ഥാപിക്കുവാൻ പോകുന്നു. 1000 വർഷം യേശു ഭരിക്കുമ്പോൾ ആ ഭരണത്തിൽ നിങ്ങൾ പങ്കുചേരുവാനാണ് ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. ഇവിടെ 5 വർഷം 10 വർഷം ഭരിക്കുവാൻ, ലോക രാജ്യങ്ങളെ ഭരിക്കുവാൻ മനുഷ്യൻ വോട്ടുകൾ ചെയ്ത്
നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ യേശുവിന്റെ ഭരണം 1000 സംവത്സരം സഹസ്രാബ്ദ വാഴ്ചയെന്നാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. അന്ന് ഒരു കുഞ്ഞുകുട്ടി കുഞ്ഞാടിനെ നടത്തും, ഒരു കുഞ്ഞുകുട്ടി പുല്ലിപ്പുളിയെ നടത്തും. കുഞ്ഞാടും സിംഹവും ഒരുപോലെ പുല്ല് തിന്നും. കള്ളമില്ല, ചതിയില്ല, വഞ്ചനയില്ലാത്ത ഒരു സമത്വ സുന്ദരമായ ലോകം അന്നുണ്ടാകും പ്രിയമുള്ളവരെ. അതാണ് യേശുവിന്റെ ഭരണകാലം. ഇന്ന് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഓണം ആഘോഷിക്കുന്നു. കള്ളമില്ല, ചതിയില്ല, വഞ്ചനയില്ലാത്ത ഒരു കേരളത്തെ സ്വപ്നം കണ്ടുകൊണ്ട് കേരള ജനത മുഴുവൻ ആഘോഷിക്കുന്ന ഈ ആഘോഷം പ്രിയമുള്ളവരെ, അതൊരിക്കലും ദൈവത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സമത്വ സുന്ദരമായ ഒരു ലോകത്തെ ഭരിക്കുവാൻ 1000 സംവത്സരം യേശു ഭരിക്കുവാൻ പോകുന്നു പ്രിയമുള്ളവരെ. ആ ഭരണത്തിൽ നിങ്ങളും പങ്കുചേരുവാനാണ് ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. പ്രിയമുള്ളവരെ, ആ 1000 സംവത്സരത്തെ ഭരണത്തിന് ശേഷം യേശു തന്റെ രാജ്യം തന്റെ പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അന്ന് സ്വർഗത്തിൽ ഒരു വെള്ള സിംഹാസനം തുറക്കപ്പെടും, ഒരു ന്യായവിധിയുടെ സിംഹാസനം. അന്ന് യേശു ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് അരുളി ചെയ്യും പ്രിയമുള്ളവരെ, എന്ത് കോലാട്ടുകൊറ്റനെയും ചെമ്മരിയാടിനെയും വേർതിരിക്കുന്നത് പോലെ നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും വേർതിരിക്കും. ദുഷ്ടന്മാരോട് പറയും, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് പോകാം. അവിടെ കരച്ചിലും പള്ളികളിയും ഉണ്ടാകും. തീയും ഗന്ധവും കത്തിയെഴുന്ന ഈ സ്ഥലത്തേക്ക് പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളോട് ഈ സുവിശേഷം അറിയിക്കുന്നത്. നീതിമാന്മാരായവർ ദൈവത്തിന്റെ നീതിയായ ജലസ്നാനമെന്ന ക്രിസ്തുവിനോട് ചേർന്ന് വീണ്ടും ജനനം പ്രാപിക്കുന്ന ആ മാർഗം നീതിയാണ് ദൈവം യേശുവിലൂടെ കാണിച്ചിരുന്നത്. ഈ നീതിയെ പിൻപറ്റിയവർ ദൈവത്തോടുകൂടെ യുഗായുഗങ്ങൾ സ്വർഗത്തിൽ വാഴുവാൻ പോവുകയാണ് പ്രിയമുള്ളവരെ. ആയതുകൊണ്ട് ഓർത്തുകൊള്ളണമേ, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട് പ്രിയമുള്ളവരെ. ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. തെളിവിന് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിക്കുവാൻ പോവുകയാണ്. നരകമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതെല്ലാം ഇവിടെ തന്നെയാണെന്ന്. ഇല്ല പ്രിയമുള്ളവരെ, 1982 സൈബീരിയൻ ഗവൺമെന്റ് സോവിയറ്റ് യൂണിയനും ചേർന്നുകൊണ്ട് ഡോക്ടർ അശോകോയും 5 ശാസ്ത്രജ്ഞർ ചേർന്നുകൊണ്ട് സൈബീരിയൻ അതിർത്തിയിൽ ഒരു കുഴി കുഴിച്ചു നോക്കി. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് 14.4 കിലോമീറ്ററുകൾ കുഴിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മെഷീനുകൾ ഉരുകിപ്പോകുവാൻ തുടങ്ങി. പിന്നെ ഗവേഷണം ചെയ്തപ്പോൾ 4000 ഡിഗ്രി സെന്റിഗ്രേഡിനപ്പുറത്ത് തിളച്ചു മറിയുന്ന തീയും ഗന്ധവുമാണെന്ന് അവർക്ക് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ഭൂമിയിൽ നിന്ന് അവർ ചില ആരവങ്ങൾ കേൾക്കാം. എന്തെന്നറിയുവാൻ വേണ്ടി ഹൈ പവർ സൗണ്ട് റെക്കോർഡർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. 30 സെക്കൻഡുകൾ അടങ്ങുന്ന സൗണ്ട് ക്ലിപ്പ് അവർക്ക് കിട്ടി. അവർ ഭയപ്പെട്ടു പോയി. സൈബീരിയൻ ഗവൺമെന്റ് ഭയപ്പെട്ടു, സോവിയറ്റ് യൂണിയൻ ഭയപ്പെട്ടു, 5 ശാസ്ത്രജ്ഞന്മാരും ഭയപ്പെട്ടു. കാരണം എന്തെന്നറിയുമോ? ലോകത്തിലെ അനേക മനുഷ്യന്റെ പല ഭാഷയിലുള്ള നിലവിളിയാണ് കേട്ടുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, മറന്നു പോകരുത്, ഒരു നരകമുണ്ട്. എന്നാൽ യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, പാപം ചെയ്ത് നിഹിതന്മാരായി മരിച്ചുപോയവർ പാതാളത്തിൽ കിടന്ന് അയ്യം വിളിക്കുന്നുവെന്ന് എഴുതി വെക്കുമ്പോൾ 1982 സയൻസ് അത് വെളിപ്പെടുത്തി. പ്രിയമുള്ളവരെ, ആയതുകൊണ്ട് സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ്. സ്വർഗത്തിലേക്ക് പോകുവാൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ യേശു ക്രിസ്തുവിനെ മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഏകനാമം യേശു മാത്രമാണ് പ്രിയമുള്ളവരെ. ആയതുകൊണ്ട് ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഈ നിമിഷം നിങ്ങൾ പാഴാക്കരുത് പ്രിയമുള്ളവരെ. ലോകത്തിൽ അനേക ദൈവങ്ങളുണ്ട്. ഈ ഭൂമിയുടെ മുകൾപ്പരപ്പിൽ അനേക മൂലകങ്ങളുണ്ട്. ഓക്സിജൻ മാത്രമാണ് മനുഷ്യന് ശ്വസിക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്നത്. അത് ശ്വസിച്ചാലേ അവൻ ജീവിച്ചിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക്
സ്വർഗത്തിലേക്ക് പോയ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചവരെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. മറന്നു പോകരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലകപ്പെടും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യിൽ തള്ളിയിടുമെന്നാണ് പ്രിയമുള്ളവരെ. ആയതുകൊണ്ട് നിങ്ങളുടെ പേര് എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഇവിടെ ആധാറിലുണ്ട്, പാൻ കാർഡിലുണ്ട്, പഞ്ചായത്തിലുണ്ട്, സ്കൂളുകളിലുണ്ട്, നിരവധി മേഖലകളിൽ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കുവാനുള്ള മാർഗമാണ് സുവിശേഷം. യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതി കഴിയും പ്രിയമുള്ളവരെ. പിന്നെ നിനക്ക് രണ്ടാം മരണം നിന്നെ തൊടുകയില്ല. രണ്ടാം മരണം എന്ന് പറഞ്ഞൊരു മരണമുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിക്കാത്ത ഏവനെയും തള്ളിയിടുന്ന സ്ഥലം. ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. രണ്ടാം മരണത്തിന് അവൻ അധികാരമില്ല. ഈ രണ്ടാം മരണം എന്ന് പറയുന്നതാണ് നിത്യ നരകത്തിൽ പോയി ഈ മനുഷ്യന്റെ ഈ ശരീരമുള്ളതുപോലെ തന്നെ ആത്മാവ് കിടന്ന് ദണ്ഡനം അനുഭവിക്കും പ്രിയമുള്ളവരെ. ആയതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ സമശിഷ്ടങ്ങളായിരിക്കുവാൻ, ആരും നിത്യ നരകത്തിൽ പോയി ദിനം പ്രതി മരിക്കാതിരിക്കുവാൻ, നിത്യരാജ്യത്തിലേക്ക് പോവാൻ യേശുവിന്റെ സുവിശേഷത്തിലൂടെ നിങ്ങൾ കടന്നു വരിക. യേശുവിനെ നിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരിക. നീ ആത്മഹത്യ ചെയ്യില്ല, നീ പുകവലിക്കില്ല, നീ മദ്യപിക്കത്തില്ല, നീ ലഹരി വസ്തുക്കൾ കടിമയാകില്ല പ്രിയമുള്ളവരെ, ദുസ്വഭാവങ്ങൾ കടിമയാകില്ല. അതാണ് യേശുവിന്റെ സ്നേഹം. യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ എളിയ പ്രബോധനം ഇവിടെ അവസാനിപ്പിക്കുന്നു. കേട്ട നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അനേകരെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിന്റെ മരണാനന്തര ജീവിതമുള്ള സ്വർഗത്തിന്റെ ഓഹരിക്കായി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എളിയ പ്രബോധനം ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ജീവിതം യാഥാർത്ഥ്യമാണ്, മരണം യാഥാർത്ഥ്യമാണ്. ഒരു ദിവസം നാം ശരീരം വിട്ടു പോകേണ്ടി വരും. സ്വർഗം നരകം എന്നൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. നിന്റെ ജീവിതം സ്വർഗത്തിലേക്കല്ലെങ്കിൽ നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരും.